ഹലോ വ്യൂവേഴ്സ്, ഇത് ചിങ്ങം 1-ാം തീയതിയിലത്തെ ഒരു ചെറിയ വ്ളോഗാണ്. ചിങ്ങം ഒന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ആ ഒരു ഓണം വൈബിലേക്കൊക്കെ കിടക്കുന്ന ഒരു ഫീലായിരിക്കും അല്ലേ. അന്ന് രാവിലെ ഇവിടെ നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നേ. ചിങ്ങത്തിൽ വരുന്ന വെയിലിന്, അതേപോലെ തന്നെ ഓണമൊക്കെ അടുക്കുമ്പോഴത്തേക്കിനും വരുന്ന വെയിലിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അങ്ങനെ കുറേ നേരം രാവിലെ വെയിലൊക്കെ നോക്കി നിന്നു. അപ്പോൾ ചിങ്ങം ഒന്നായതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. അങ്ങനെ ഇത് ഞാൻ ഇഹ ഡിസൈൻസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചുരിദാർ സെറ്റായിരുന്നേ. ഹക്കോബ വരുന്നതാണ്. ചെറുതായിട്ട് അതിൻ്റെ കളറ് ഫെയ്ഡ് ആയിട്ടുണ്ട്. അതായത് കളറ് ഫെയ്ഡ് ആയതാണോ എന്നറിയത്തില്ല, ഹക്കോബയ്ക്ക് അങ്ങനെ ഒരു ഡീമർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നരച്ചതുപോലെ ഇരിക്കുവേ. പിന്നെ അതൊക്കെ ഞാനൊന്ന് അയൺ ചെയ്തൊക്കെ എടുത്തു. എന്നിട്ട് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഓൾമോസ്റ്റ് റെഡിയായേ. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബെല്ല വീറ്റയുടെ ലിപ്സ്റ്റിക്കാണ്. അത് ആ ഷെയ്ഡ് എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം ഞാൻ മാൾസിൻ്റെ ഡീപ് ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ലിപ്സ്റ്റിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എവിടെ പോയാലും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പോവേ. അതെനിക്ക് എന്തോ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ആണ്. പണ്ട് അതിടുമ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു. ഇട്ടിട്ട് ശീലമായി. ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. ഇത് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ വാങ്ങിച്ചൊരു കുങ്കുമമായിരുന്നേ. ഈ കുങ്കുമവും ചെപ്പും കൂടെ ഏകദേശം 50 രൂപയാണ്. അവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അങ്ങനെ റെഡിയായി. നമ്മൾ രാവിലെ ഒരു വീട്ടിൽ വിളക്കൊക്കെ വെച്ചായിരുന്നു. വിളക്ക് കത്തിച്ച് കെടുത്തി വെച്ചിട്ടുണ്ട്. കെടുത്തിയതാണ് കുറേ നേരം കത്തിച്ച് വെച്ചിട്ട്. ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിലാണ് രാവിലെ പോയത്. അവിടുന്ന് രാവിലെ 5 രൂപ കൈനീട്ടമൊക്കെ കിട്ടി. അങ്ങനെ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ തൊഴുത്തതിന് ശേഷം പിന്നെ തിരിച്ചു വന്നു. ഇനി നമുക്കൊരു കല്യാണത്തിന് പോകണേ. അപ്പോൾ കാട്ടാക്കടയാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സാണ് ഞാനിന്ന് വെയർ ചെയ്യുന്നത്. ഇത് ട്രെൻഡ്സിൽ നിന്ന് മേടിച്ച ഒരു ഡ്രസ്സാണ്. ഒരു അത്യാവശ്യം ലോങ് വരുന്നൊരു കുർത്തി സ്റ്റൈലാണ്. അതിൻ്റെ സ്ലീവ്സിൻ്റെ എൻ പോർഷനിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. അത് സെയിം പാറ്റേൺ തന്നെ നെക്കിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നടക്കുകയാണേ. ഇവിടെ ചേട്ടൻ്റെ 2 കുട്ടികളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് പോകുന്ന അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ. ഇത് ഒരാൾ ഇടത്തോട്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ പിണങ്ങി നടക്കുന്ന സീനാണ്. അങ്ങനെ നമ്മൾ കാട്ടാക്കടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ടും പിന്നെ ചിങ്ങം ഒന്നായതുകൊണ്ടും വഴിയിലൊക്കെ ഒരുപാട് ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും പൊതുവെ 1-ാം തീയതിയൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ടല്ലോ. അപ്പം ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും 1-2 ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ദിവസം തന്നെ പോകൂല. അങ്ങനെ ഓണം വരവറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് ഒരുപാട് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അതായത് എങ്ങനത്തെ ഡ്രസ്സ് വേണമെങ്കിലും ഒരുപാട് വെറൈറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു റിലേറ്റീവിന് വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളൊരു പഴംപൊരിയൊക്കെ കഴിച്ചു. അവിടുത്തെ ഒരാളുണ്ട്. ആളൊരു സ്കൾപ്ചർ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ആൾ ചെയ്ത് വെച്ചേക്കുന്ന വർക്കുകളാണ് ഇത് അരിമണി കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചതാണ്. ഗോതമ്പാണെന്ന് തോന്നുന്നു. ഗോതമ്പ് കൊണ്ടൊക്കെ ചെയ്തേക്കുന്നതാണ്. അങ്ങനെ ആൾ ഒരുപാട് വർക്കുകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓർഡർ അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ ആളുടെ ഒരു ഏരിയ ആണിത്. അവിടെ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റൊക്കെ ഒന്ന് നോക്കി അതുവഴിയൊക്കെ നമ്മൾ കുറേ നേരം നടന്നു. ഒരുപാട് വർക്കുകൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ച ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് കണ്ടാൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നിന്ന് ആളുടെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ കല്യാണത്തിന് എത്തി. ഇതായിരുന്നു ഈ കല്യാണ മണ്ഡപമൊക്കെ. അത്യാവശ്യം നല്ല ചൂടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ കല്യാണം കൂടാനായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കുക എന്നുള്ളതായിരുന്നു. ട്രിവാൻഡ്രത്തെ സദ്യക്ക് ഒരു പ്രത്യേകതയാണല്ലോ. ഇല നിറച്ചും കറികളുണ്ടായിരുന്നേ. വെറൈറ്റി കറികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ സോയാബോളൊക്കെ ഇല്ലേ, ആ സോയാബോളിൻ്റെ ഒരു തീയൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ സദ്യക്ക് വലിയ പപ്പടമാണ് തരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുഞ്ഞി പപ്പടം പായസത്തിനൊക്കെ കൊടുത്ത് കഴിക്കാൻ വേണ്ടി വേറെ തരുവേ. ആദ്യമേ പരിപ്പ് വരും, പിന്നെ സാമ്പാർ വരും, പിന്നെ പായസം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ രസം വരും, പച്ചമോര് വരും, പിന്നെന്ത് വരും, പുളിശ്ശേരി വരും, എല്ലാം വരും. അങ്ങനെ നമ്മുടെ മെയിൻ താരമെത്തി, ബോളിയും പായസം. ബോളിയും പായസം ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും അല്ലേ. തിരുവനന്തപുരംകാരുടെ മാത്രം ഒരു പ്രത്യേക സാധനമാണ് ബോളി എന്ന് പറയുന്നത്. അങ്ങനെ ബോളിയുടെ കൂട്ടത്തിൽ ഇന്ന് അവിടെ ഉണ്ടായിരുന്നത് പാൽപ്പായസമായിരുന്നേ. അങ്ങനെ ബോളിയും നല്ല ചൂടുള്ള പാൽപ്പായസമൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ ബാലരാമപുരത്ത് എത്തിയ ബാലരാമപുരത്ത് വെജിറ്റബിൾസ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കിട്ടുന്നത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു.
ഇന്ന് ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഈവനിങ് നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് മേടിച്ച്. ഇത് അത്യാവശ്യം നല്ല നല്ല പച്ചക്കറിയാണ്, അത്യാവശ്യം വലിയ ഷോപ്പാണ്, നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം, ഇത് ഞാൻ നേരത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്, ബാലരാമപുരത്ത് നമ്മൾ മേടിച്ച സാരിയില്ലേ, അതെടുത്ത് ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച്. അതിനുശേഷം ഇതുണ്ടോ മുറ്റത്തൊടി ഇവിടെ നിന്നെല്ലാം മോഷ്ടിച്ചെടുക്കുന്ന പൂച്ചയാണേ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ആ വെയിലിൻ്റെ ഒരു തെളിച്ചമൊക്കെ അങ്ങ് മങ്ങി, മഴ പെയ്യാനായിട്ടുള്ളൊരു മൂഡിൽ നിൽക്കുകയാണേ. പൂച്ച വന്നിട്ട് ഓടിപ്പോവാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് നമ്മൾ കുറച്ച് വീട്ടിൽ വെക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പൊറോട്ട മാത്രം പുറത്തുനിന്ന് മേടിച്ചു, ബാക്കി നമ്മൾ വീട്ടിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ പായസത്തിനകത്ത് കിറ്റ് മേടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏലക്ക കുറവല്ലേ, ഇതിനകത്ത് ഗ്രാൻഡായിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഏലക്ക. ഇതങ്ങനെ ചേട്ടൻ്റെ മക്കളും എൻ്റെ ചേച്ചിയുടെ മക്കളുമാണ്. ഇങ്ങനെ 4 പേരും കൂടെ എന്തൊക്കെയോ പറമ്പിൽ നിന്ന് പെറുക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ നമ്മൾ പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത് വഴിമുക്കിലുള്ള റാഫിയിലാണ്. അവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. പൊറോട്ട പെട്ടെന്ന് കിട്ടി, പക്ഷേ വെജിറ്റബിൾ കുറുമ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈവനിങ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വന്നിട്ടുണ്ട്. സ്ക്വയർ കേക്കായിരുന്നു, ഇത് മാംഗോ ഫ്ലേവറിൽ വരുന്നൊരു കേക്കായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. സ്ക്വയർ മേടിച്ചെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിനും ബൾക്കായിട്ട് എന്ന് വെച്ചാൽ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിനാണ് നമ്മൾ സ്ക്വയർ കേക്ക് മേടിച്ചത്. അങ്ങനെ നമ്മുടെ എൻ്റയർ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി മാത്രമേ ഉള്ളൂ, ക്ലോസ് ആയിട്ടുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം മധുരമൊക്കെ അങ്ങനെ കഴിച്ചു. ഞങ്ങൾ കുറേ നേരം നമ്മൾ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ ഫുഡ് കഴിച്ചൊന്നും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. നല്ലൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. കുട്ടി വ്ളോഗ് വാച്ച് ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ യുവർ ടൈം.